അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉഫദ്ദിലു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു അവൻ്റെ മുഅ്മിനീങ്ങൾ നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ സ്വാലിഹായ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ പെണ്ണും ഒരു മുഅ്മിനത്തായ ആണും അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ഈമാൻ അഥവാ വിശ്വാസം എന്ന് പറയുന്നത്. അത് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാണ്. കാരണം നമ്മളെല്ലാവരും ഇസ്ലാം എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഇസ്ലാമിൻ്റെ ആളുകളായിക്കൊണ്ട് പടച്ച റബ്ബ് നമ്മെ പടച്ചു. അതിന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം ഈ ദുനിയാവിൽ ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിന് വളരെ സ്വീകാര്യത കൊടുത്തൊരു മതമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ കബൂലത്ത് കിട്ടിയ ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിന് വളരെ പ്രശസ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം മതത്തിൻ്റെ മെമ്പറായിക്കൊണ്ട് പടച്ച റബ്ബ് നമ്മെ പടച്ചു. അതോടൊപ്പം നമുക്ക് മുഅ്മിൻ എന്ന് പറയുന്ന ഒരു നാമവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ ആ മുഅ്മിൻ എന്ന് പറയുന്ന ആ പേരിൻ്റെ വിശ്വാസത്തോടു കൂടെയും അതിൻ്റെ ആത്മാർത്ഥതയോടു കൂടെയും നമ്മൾ ഈ ദുനിയാവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഈ ഈമാൻ എന്ന് പറയുന്ന സത്യവിശ്വാസിയുടെ വളരെ കനപ്പെട്ട ഒരു കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ നടക്കുന്ന പ്രവൃത്തിയിലും നമ്മുടെ വസ്ത്ര വിധാനത്തിലും മറ്റുള്ള ഏത് വലിയ മേഖലകളിലും നമുക്ക് അനിവാര്യമായ ഒന്നാണ് ഈമാൻ അഥവാ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈമാനിന് 70 തരം ശാഖകളുണ്ട്. ഇസ്ലാം നമ്മോട് പറയുന്നത് ഈമാനിന് 70 തരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയൊരു രൂപമാണ് വഅദ്നാഹ ഇമാദത്തുൽ അദാ അനി ത്വരീഖി. വഴിയിലെ പ്രയാസങ്ങൾ, മാർഗതടസ്സം നീക്കം ചെയ്യലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സഹോദരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറ്റുക, അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാക്കി കൊടുക്കുക, അതിൻ്റെ സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇതെല്ലാം ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഹുബ്ബുൽ ബത്നി വൽ ഈമാൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും സ്നേഹിക്കൽ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എവിടെയാണ് ഈമാനിൻ്റെ അമലുകൾ നമ്മൾക്ക് ലഭ്യമാവുന്നത് അവിടെ നമ്മൾ പോയി ഈമാൻ എത്രക്കും നമ്മുടെ ഈമാൻ അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഏതൊരു കാര്യം നമ്മൾ ഇസ്ലാമിൽ ചെയ്തു പോയാലും അതെല്ലാം ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് മുഅ്മിൻ എന്ന് പറയുന്ന നാമം നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ, അതിനുള്ള പ്രവർത്തനവും നമ്മുടെ അടുക്കൽ നിന്ന് വേണം. അതിന് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സ്വഹാബി വനിതകളും എല്ലാം ഈമാനിൻ്റെ കരുത്തുള്ളവരാണ്. ഈമാനിക ആവേശം നമുക്ക് പഠിപ്പിച്ചു തന്ന ആളുകളാണ്. കാരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയവും ഒരു ദുഃഖവും ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈമാനിക ആവേശം എന്ന് പറയുന്ന വലിയൊരു കരുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ആ വലിയ തീകൊണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെ സഹായിച്ചത് ഈമാനിക ആവേശമാണ്. അതുപോലെ തന്നെ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ
ഉമയ്യത്ത് തൻ്റെ ചുട്ടുപഴുത്ത മണലിൽ നഗ്നയായി കിടത്തി ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ചു. ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞാൽ, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നിന്നെ ഒഴിവാക്കുമെന്ന് ഓഫർ പോലും കൊടുത്തിട്ടും മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതിനൊരു മറുപടിയും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരേ ഒരു വാക്യം ഉച്ചരിച്ചുള്ളൂ. അഹദ് അഹദ് എന്ന് പറയുന്ന അള്ളാഹു ഒരുവനാണെന്ന മന്ത്രം ഉച്ചരിച്ച് ദീനിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈമാനിന്റെ കരുത്തായിരുന്നു. ബദർ യുദ്ധ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വിജയിക്കാൻ കാരണം ഈമാനിക ആവേശമായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ജിബ്രീലെ, ഏത് ഖബറിൽ നിന്നാണ് ഇങ്ങനെ വാസന അടിക്കുന്നത്? നല്ല വാസന ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, അതെവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ ഇവിടുന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, റസൂലെ, അത് ഫിറഔനിന്റെ അടിമപ്പെണ്ണായ ഫിറഔനിന്റെ വേലക്കാരിയായിരുന്ന മാഷിത്ത ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ നിന്നാണ്. റസൂൽ തിരിച്ചു ചോദിച്ചു, എന്താണ് ആ മഹദി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അനുഗ്രഹിച്ചത്, ഇങ്ങനെ വലിയ സ്ഥാനം കൊടുക്കാൻ കാരണം എന്താണ് ചോദിച്ചപ്പോൾ അവിടുന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം റസൂലിനോട് മറുപടി പറഞ്ഞു, നബിയെ, മഹദിയായ മാഷിദ ബീബി റളിയല്ലാഹു അൻഹു ഈമാനിനെ കളങ്കപ്പെടുത്തിയില്ല, ഈമാനിനെ വിട്ടുകൊടുത്തില്ല, ആ ഈമാനിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്. അത് കാരണം കൊണ്ട് മഹദിക്ക് ഖബറിൽ നിന്ന് സ്വർഗത്തിന്റെ വാസനങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതാണ് ഈമാൻ. യഥാർത്ഥ ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് മുഅ്മിനെ, നമുക്കും ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഈമാനും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, തട്ടിക്കളയാൻ പാടില്ല. അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് പരീക്ഷണങ്ങൾ ഇറക്കി നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ കൃഷി നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മരണം തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പനി വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് ആകെ ഫിത്നയിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു പരീക്ഷിച്ചാലും അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈമാൻ തട്ടിക്കളയല്ല വേണ്ടത്. അതിലെല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുവാനാണ് നമ്മൾ വേണ്ടത്. ഈമാൻ ഒരിക്കലും നമ്മൾ പതറാൻ പാടില്ല. ഈമാൻ പതറിപ്പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യനോട് ചെയ്യാൻ വേണ്ടി ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബിന അലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിനെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ. സബ്ബിത് ഖുലൂബിന അലാ ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ മേൽ ഞങ്ങളുടെ ഖൽബിനെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദുആ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും നിത്യജീവിതത്തിൽ ദുആ ചെയ്താൽ ഒരിക്കലും അവൻ്റെ ഈമാൻ തെറ്റുകയില്ല, അവൻ്റെ ഈമാൻ കളങ്കപ്പെടുകയില്ല. അതുപോലെ മറ്റൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ മൻ ഹയ്യയ്തു മിന്നാ ഫഅഹി അലൽ ഇസ്ലാം വമൻ തവഫൈതു മിന്നാ വതവഫു അലൽ ഈമാൻ. അല്ലാഹു ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിന്റെ ഫൗണ്ടേഷനിലായിക്കൊണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തിലൂടെ ഈ മഹാന്മാരെ പണ്ഡിതന്മാർ നമുക്ക് തന്ന ഈ വളരെ വിപുലമായ ഈ പ്രസ്ഥാനത്തിലൂടെ നിന്നുകൊണ്ട് മരണപ്പെടുവാനും ജീവിക്കുവാനും, അതുപോലെ തന്നെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ നല്ല കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ ഈ തൗഫീഖ് നൽകണതിൻ്റെ അർത്ഥം. അപ്പോൾ മുഅ്മിനെ, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ നിസ്കാരങ്ങളും മറ്റുള്ള സമയങ്ങളെല്ലാം ഈ ദുആ നമ്മൾ പതിവാക്കണം. എന്നാൽ നമ്മുടെ ഈമാൻ ഒരിക്കലും തെറ്റുകയില്ല. അതുപോലെ തന്നെ ഒരു ഹദീസുണ്ട്, ഗൗരവമായ ഒരു ഹദീസ് റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, യുസ്മിയ മുഅ്മിന വയംസി കാഫിറ. പ്രഭാതമാകുമ്പോൾ മുഅ്മിനായിരിക്കും, സുബഹിസ്കാരം കഴിഞ്ഞവൻ ഇഖ്ലാസോടുകൂടെ നല്ല ഖുർആൻ ഓതിക്കൊണ്ട് യാത്ര പറഞ്ഞു പോയ ആളായിരിക്കും, ജോലിക്കും മറ്റേതിന് പോയ ആളായിരിക്കും. പക്ഷെ വൈകുന്നേരം വരുമ്പോൾ അവൻ മറ്റുള്ള മതങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ യുക്തിവാദവും തീവ്രവാദവും എല്ലാം പഠിച്ചുകൊണ്ട് അവൻ ഇസ്ലാമിനെ തട്ടിക്കളയുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നമ്മൾ തട്ടിക്കളയാൻ പാടില്ല. നമ്മുടെ ഈമാൻ ഒരിക്കലും നമ്മൾ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന കാലത്തോളം ഈമാനിക ആവേശത്തോടുകൂടെ, ഈമാൻ എന്ന് പറയുന്ന വലിയ ആയുധം നമ്മുടെ കൈകളിൽ മുന്നേറിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഈമാനിക ആവേശം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതുപോലെ
ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ ആയിക്കൊണ്ട് ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി